നമ്മൾ പോകുന്നത് പാലക്കാട്ടേക്കാണ്. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രവചനാതീതമായി മാറിയിരിക്കുന്നു എന്ന കഥ നാം വീണ്ടും കേൾക്കുകയാണ്. അവിടെ രമേശ് പിഷാരടിയും ശോഭാ സുരേന്ദ്രനും NMR റസാഖും ഏറ്റുമുട്ടുകയാണ്. പാലക്കാട് നരേന്ദ്രമോദി വന്നു. വലിയ ഒരു കോളിളക്കം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിചാരിച്ചുവെങ്കിലും അതുപോലെ ആവേശകരമായ ഒരു BJP സപ്പോർട്ടേഴ്സിൻ്റെ ഒരു ആരവം കണ്ടില്ല എന്ന വിമർശനം ഒരു വശത്തുണ്ട്. മോദിയുടെ വരവ് BJPക്ക് ഗുണമായിട്ടുണ്ടോ? ശോഭാ സുരേന്ദ്രൻ എവിടെയൊക്കെ മത്സരിച്ചാലും വോട്ട് ഉയർത്തുക എന്ന് പറയുന്ന ഗംഭീരമായ പ്രകടനം സമീപ വർഷങ്ങളിൽ കാഴ്ചവെച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രന് ആ നിലയ്ക്കുള്ള ഒരു വോട്ട് ഉയർത്തലിലൂടെ വിജയത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയുമോ? അതോ ആഭ്യന്തരമായ രാഷ്ട്രീയ യുദ്ധങ്ങൾ ഇവിടെ അവരെ വീഴ്ത്തിക്കളയുമോ? രമേശ് പിഷാരടിക്ക് പലതരത്തിലുള്ള ഫാക്ടേഴ്സിൻ്റെ ഒരു കോംബോ വർക്ക് ചെയ്യുമെന്ന കോൺഫിഡൻസ് ആണ് അവിടെ കോൺഗ്രസിനുള്ളത്. NMR റസാഖ് ഇത്തവണ അത്ഭുതം കാണിക്കാൻ പോകുന്നു എന്നാണ് CPMR പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രചാരണ രംഗത്തെ സംഗതികൾ ഭയങ്കരമായ വിസിബിലിറ്റി നേടുന്നുമുണ്ട്. പക്ഷേ അത് CPMൻ്റെ ഒരു സംവിധാനം കൊണ്ട് അവർക്ക് ഏതൊരാളെയും ആ നിലയ്ക്ക് വിസിബിലിറ്റി ഉള്ള ആളാക്കി മാറ്റാൻ കഴിയും. അത് ജനറൽ പബ്ലിക്കിനൊരു വികാരമല്ല എന്ന വിമർശനം അപ്പുറത്ത് വേറെയും കിടക്കുകയാണ്. സത്യത്തിൽ പാലക്കാട് സംഭവിക്കുന്നത് എന്താണ്? ശോഭാ സുരേന്ദ്രൻ വളരെ പ്രതീക്ഷയോടെയാണ് അവിടെ ഉള്ളത്. BJPക്ക് ഇത്തവണ എന്തെങ്കിലും ഒരു അത്ഭുതം കാഴ്ചവെക്കാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. അജിംസ് എന്താണ് തോന്നുന്നത്? പാലക്കാട് കുറേ കാലം ഉണ്ടായിരുന്ന ഒരാളെന്ന് കൂടിയും ചോദിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഫാക്ടർ, BJPക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന പ്രതലമുള്ള ഒരു മണ്ണ് എന്ന പ്രത്യേകത, ഒപ്പം ഇത്തവണത്തെ സ്ഥാനാർത്ഥികളുടെ ഫീൽഡിംഗ്, ഇവയെല്ലാം കൂടെ ചേർത്താൽ BJPക്ക് സ്വപ്നം കാണാമോ? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് രമേശ് പിഷാരടി വന്നതോടെ ശോഭാ സുരേന്ദ്രൻ കുറേ കൂടി കാര്യങ്ങൾ എളുപ്പമാണ് ചെയ്തത്. ഒന്ന് ശോഭയുടെ ഒരു ഹോം ഗ്രൗണ്ടാണ് ഇപ്പോൾ പാലക്കാട് എന്ന് പറയുന്നത്. ആളുകളായിട്ട് നല്ല ബന്ധമുണ്ട്, പരിചയമുണ്ട്. പാലക്കാട് ആണെങ്കിൽ നഗരസഭാ ഭരണം ഇപ്പോൾ അവരുടെ കയ്യിലാണ്. അങ്ങനെ പല അനുകൂല ഘടകങ്ങളുമുണ്ട്. പക്ഷേ ശോഭ അത്ര ഹാപ്പി അല്ല എന്നാണ് അവരുടെ പ്രചാരണ വീഡിയോകളിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഹാപ്പി അല്ല എന്ന് പറയാൻ കാരണം അവർ കുടുംബയോഗങ്ങളിലും ഈ ഗ്രൗണ്ട് വർക്കുകളിലും പെട്ട് കിടക്കുകയാണ്. സാധാരണ രീതിയിൽ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഫയർ ബ്രാൻഡ് പ്രസംഗങ്ങളും വാർത്താ സമ്മേളനങ്ങളൊക്കെ ആയിട്ട് മൊത്തം കേരളത്തിൽ BJP വോട്ടർമാർക്കൊരു ആവേശം നൽകുന്ന ഒരു ഇതാണ്. പക്ഷെ അങ്ങനെയല്ല, അവർ ആ മണ്ഡലത്തിൽ തളച്ചിടപ്പെടുകയാണ്. നിരന്തരം കുടുംബയോഗങ്ങളിൽ പോയി പ്രസംഗിക്കുന്നു, ആളുകളായിട്ട് കാണുന്നു. അങ്ങനെയാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം അത്ര എളുപ്പത്തിൽ ജയിച്ചു കയറാവുന്ന ഒരു മണ്ഡലമല്ല പാലക്കാട് BJP എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പക്ഷേ പിഷാരടി വന്നതോടുകൂടി ഉണ്ടായ ഒരു ആത്മവിശ്വാസം തോന്നിച്ചാൽ ഷാഫി ഇറങ്ങി അവിടെ പിഷാരടിയോടൊപ്പം വോട്ട് പിടിക്കുന്നുണ്ട്. ഷാഫി അവിടെ ഒരു പ്രധാനപ്പെട്ട വിന്നിംഗ് ഫാക്ടറാണ് UDFിനെ സംബന്ധിച്ച്. അവിടെ ആ പ്രവർത്തനം നടക്കുന്നുണ്ട്. പിന്നെ ഈ NMR റസാഖ് ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിയാണോ നിങ്ങൾ വിമർശിച്ചതെന്നൊക്കെ പറഞ്ഞ് റീല് നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ ഹ്യൂമെയിൻ ആയിട്ടുള്ള ചില റീലുകളും ചില സംസാരങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതേ കാര്യങ്ങൾ P സരനെ പറ്റിയും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിച്ചിരുന്നു. സരനൊന്നും ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ ഞാൻ കാണുന്നൊരു കാര്യം, തുടക്കത്തിൽ ശോഭാ സുരേന്ദ്രനായ ഒരു എഡ്ജുണ്ട്. ആ എഡ്ജ് മറികടന്നുകൊണ്ട് പിഷാരടി കുറച്ചുകൂടി ഫൈറ്റ് ചെയ്യുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. പിഷാരടിയെക്കുറിച്ച് LDFിൻ്റെ ഒരു ആക്ഷേപം, അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയില്ല, രാഷ്ട്രീയം പറയുന്നില്ല എന്നുള്ളതായിരുന്നു. അദ്ദേഹം അടുത്തിടയ്ക്ക് ആ വിമർശനം വന്നതിന് ശേഷം കൃത്യമായി താൻ എന്തുകൊണ്ട് കോൺഗ്രസ് ആയി എന്ന് പറയുന്ന, എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി തിരഞ്ഞെടുത്തു എന്ന് പറയുന്ന പോഡ്കാസ്റ്റിലെ ചില കണ്ടന്റ് ഉൾപ്പെടെ സോഷ്യൽ മീഡിയ വലിയ തോതിൽ പുഷ് ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഒരു നല്ല ഫൈറ്റ് പിഷാരടി അവിടെ ഇപ്പോൾ കാഴ്ചവെക്കുന്നുണ്ടെന്ന് പറയാം. ശോഭയ്ക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം ഇപ്പോൾ ഇല്ല എന്ന് ഉറപ്പായിട്ടും പറയാൻ കഴിയും. ശരി, ജിമ്മിക്ക് എന്താണ് തോന്നുന്നത്? അവിടെ ഈ NMR റസാഖിൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരു ഗെയിം ചേഞ്ചർ ആവാൻ പോകുന്നുള്ള അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്. അതൊരു വളരെ ദുരൂഹമായ ഒരു പദ്ധതിയുടെ ഭാഗമാണെന്ന് വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. സോ അവിടെ ലെഫ്റ്റിൻ്റെ കാൻഡിഡേറ്റിന് ഇത്തവണ ഉള്ള റോൾ എന്താണ്? വലിയ റോൾ ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെയും പ്രതീക്ഷിക്കുന്നില്ല, ഇപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ പ്രശ്നം, അവിടെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ഉണ്ടോ? അവിടെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ഇല്ല. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് BJPയുടെ നേതാവെന്ന് മാത്രമല്ല, ഭയങ്കര ഫയർ ബ്രണ്ണാണ്. നേരത്തെ അജിത് പറഞ്ഞത് ഭയങ്കര ഫയർ ബ്രണ്ണല്ല. പോയ സ്ഥലങ്ങളിലൊക്കെ അവൾ വോട്ട് വർദ്ധിപ്പിക്കുന്നത് വെറുതെ അല്ല, വളരെ വളരെ വാശിയോട് കൂടിയ പൊളിറ്റിക്സ് പറയുകയും വളരെ സജീവമായി മണ്ഡലത്തിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്ന വേറൊരു തരത്തിലുള്ള ശരിക്കും ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്, മാസ് ലീഡറാണ്. പക്ഷേ മറ്റ് രണ്ടുപേരും, അത് LDFിൻ്റെ ആയാലും UDFിൻ്റെ ആയാലും പൊളിറ്റിക്കൽ അല്ല. ഇത്രയും വലിയ പൊളിറ്റിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ BJP അവരുടെ എല്ലാ ശക്തികളും മധ്യ കേരളത്തിൽ ആ ഏരിയയിലൊക്കെ സമാഹരിക്കുന്ന, പാലക്കാടോട് ചേർത്ത് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് എല്ലാ ശക്തിയും ഫോക്കസ് ചെയ്യുന്ന സ്ഥലത്ത് അതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാക്കി മാറ്റാൻ BJPക്ക് വളരെ എളുപ്പമാണ്. മോദിയുടെ വരവടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു അനുകൂല ഘടകമാണ്. മറ്റ് രണ്ടുപേരും പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ്സ് അല്ല, ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് കൊടുക്കാൻ പറ്റില്ല. പിഷാരടി വളരെ വലിയ ജനസമ്പർക്കമൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണെങ്കിലും ഞാൻ ഈ പൊളിറ്റിക്കൽ ഫൈറ്റ് വരുമ്പോൾ ഇത് പ്രശ്നമാകുമെന്ന് ഞാൻ കരുതുന്നത്. ലാസ്റ്റ് ലാപ്പിൽ ശോഭാ സുരേന്ദ്രൻ ക്ലിയർ എഡ്ജിലേക്ക് വരും എന്നാണ് ഞാൻ ഇപ്പോഴത്തെ എൻ്റെ ഒരു കണക്ക്. ശോഭയുടെ ഒരു സാധ്യതയാണ് താങ്കൾ ഇപ്പോൾ കാണുന്നത്. അതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആയതുകൊണ്ട് ബാക്കി രണ്ടുപേർക്കും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് കൊടുക്കാൻ പറ്റില്ല. ശോഭ ഇത്തവണ അവരുടെ മുന്നേറ്റം ഒരു വിജയത്തിലെത്തിക്കും എന്ന അഭിപ്രായമാണ് ജിമ്മി പങ്കുവയ്ക്കുന്നത്. ഞാൻ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നു. കാരണം
ശോഭ ശരിയാണ്, വോട്ട് ഉയർത്തും. ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ട് ഇത്തവണ ശോഭാ സുരേന്ദ്രൻ BJPക്കായി പിടിക്കും. പക്ഷെ അത് വിജയത്തിലേക്ക് എത്തില്ല. വിജയത്തിലേക്ക് എത്തണമെങ്കിൽ നഗരത്തിൽ തന്നെ ഒരു 8500 വോട്ടിന്റെ ലീഡ് വേണം. അടുത്തത് UDFന് ക്ലിയർ എഡ്ജ് നൽകാനുള്ള പിരായി എടുത്താൽ അവിടെയും ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടാൽ മാത്രമേ, തനിക്കനുകൂലമായി ഏകീകരിക്കപ്പെട്ടാൽ മാത്രമേ ശോഭാ സുരേന്ദ്രനെ ജയിച്ചു കയറാൻ കഴിയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയില്ല. മറ്റൊന്ന്, മുസ്ലിം വോട്ടുകളുടെ കൺസോൾട്ടേഷൻ പലപ്പോഴും BJPയെ തോൽപ്പിക്കാനായി പാലക്കാട് സംഭവിക്കാറുണ്ട്. NMR റസാഖ് എന്ന സ്ഥാനാർത്ഥി അതിനെ സ്പോയിൽ ചെയ്ത് കളയുമോ എന്നതായിരുന്നു UDFന്റെ ഏറ്റവും വലിയ ആശങ്ക. പക്ഷേ മോദിയുടെ വരവോടുകൂടി ഇത് BJP ജയിച്ച് കയറും, അല്ലെങ്കിൽ BJPക്ക് ജയിക്കാനുള്ള എന്തൊക്കെയോ ഉണ്ടെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് മോദി ആദ്യം തന്നെ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതെന്ന ഫീൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ജയിക്കുന്ന സ്ഥാനാർത്ഥിയിലേക്ക് ഏകീകരിക്കപ്പെടും എന്നുള്ളതാണ്. അവിടെ അധികം ഒച്ച ഉണ്ടാക്കുന്ന BJP അത്ര നല്ലതിനല്ലെന്നാണ് സഞ്ജുവിന്റെ പോയിന്റ്. അത് തന്നെയാണ് സ്ട്രാറ്റജിയാണ്, അധികം ഒച്ച ഉണ്ടാക്കുന്നില്ല. അധികം ഒച്ച അവരുണ്ടാക്കുന്നില്ല. മറ്റൊന്നും കൂടെ അവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. BJPയുടെ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ അടക്കമുള്ളവർ അത്ര സജീവം ഒന്നുമല്ല ഈ ശോഭാ സുരേന്ദ്രന്റെ പ്രവർത്തനങ്ങളിൽ എന്നുള്ളതാണ്. അതൊരു കൃഷ്ണകുമാർ മറ്റൊരിടത്ത് സ്ഥാനാർത്ഥിയാണ് എങ്കിൽ പോലും കളമാണ്. ആ കളം ഇപ്പോൾ ഇനി അതെങ്ങനെയെങ്കിലും BJPക്ക് അനുകൂലമായി അവിടെയുള്ള BJPയുടെ മൊത്തം കളം ഒരുമിച്ച് ശോഭാ സുരേന്ദ്രനിലേക്ക് വരണമെങ്കിൽ പോലും അവിടെ RSS ഇറങ്ങേണ്ട അവസ്ഥയുണ്ട്. എന്തായാലും നിലവിൽ അതിനുള്ള ശ്രമങ്ങൾ കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് ശോഭാ സുരേന്ദ്രന്റെ പ്രചരണം ഏറ്റവും ശക്തമാകുന്നു, അതിനനുസരിച്ച് ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടാകും പാലക്കാട് എന്നുള്ള ഉറപ്പാണ്. അത് NMR ബഹളം വെച്ചുള്ള പ്രചാരണം അല്ല ശോഭയുടേത്, കുടുംബയോഗങ്ങളാണ് കൂടുതൽ. ഇപ്പോൾ അങ്ങനെയാണ് കേന്ദ്രീകരിക്കുന്നത്. പക്ഷേ മോദി വന്ന ഫാക്ടർ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഏതായാലും അവിടെ അട്ടിമറിച്ചെടുക്കാൻ ശോഭാ സുരേന്ദ്രന് ഇത്തവണ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ന് വരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഗതി വെച്ചിട്ടാണ് ഇത് പറയുന്നത്. നിർണായകം. പാലക്കാട് എന്തായാലും വലിയ പോരാട്ടം നടക്കുന്ന ഒരു ഭൂമികയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ NMR റസാഖ് സ്ഥാനാർത്ഥിയായതോടെ ലെഫ്റ്റ് അത്ഭുതം കാണിക്കാൻ പോകുന്നു എന്ന അഭിപ്രായം ലെഫ്റ്റിലുള്ള ആൾക്കാർക്കുണ്ട്. അദ്ദേഹം NMR റസാഖ് എന്ന പേരുകാരൻ മുസ്ലിം വോട്ടിനകത്ത് വിള്ളൽ ഉണ്ടാക്കും എന്നതാണ്. പക്ഷേ ഡീൽ ആരോപണം ഉയർന്നു വന്നതോടുകൂടി ആളുകൾക്കിടയിൽ, പ്രത്യേകിച്ച് മൈനോറിറ്റി മുസ്ലിം ബെൽറ്റിനകത്ത് വലിയ തോതിലുള്ള ഒരു സംശയത്തിന്റെ ഒരു തിര ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ UDFന് അനുകൂലമായിട്ടുള്ള മൈനോറിറ്റി കൺസോൾട്ടേഷനാണ് അവിടെ UDF കാണുന്നത്. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് പ്രകാരവും അവരുടെ പ്രതീക്ഷ അതാണ്. അതിനപ്പുറത്തേക്കുള്ള റിസ്ക് എലമെന്റ് ഇല്ല എന്നാണ്. നേരത്തെ സാജു പറഞ്ഞ പോലെ ഞങ്ങൾ ജയിക്കാൻ പോവുകയാണ് എന്ന ഒച്ചപ്പാട് കൂടുതൽ BJP ഉണ്ടാക്കുമ്പോൾ അപ്പുറത്തുള്ള ആളുകൾ ജയസാധ്യതയുള്ളവരിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള സാധ്യതയുമുണ്ട്. സോ മഞ്ചേശ്വരത്തെ സ്ട്രാറ്റജി അല്ല ഇവിടെ എടുത്ത്. കാരണം ഒച്ചപ്പാടെന്ന് പറയുമ്പോൾ മോദി വന്നല്ലോ, വലിയ റോഡ് ഷോ ഒക്കെ നടത്തുകയാണ് സെലക്ട് ചെയ്ത സ്ഥലങ്ങളിൽ. സോ അതും ഒരു ഫാക്ടറാകാമെന്നാണ്. എന്തായാലും വമ്പൻ പോരാട്ടം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ്. ശോഭാ സുരേന്ദ്രൻ ഒരു ചെറിയ മീനല്ല എന്നത് നാം സമ്മതിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു.